ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തിന് സ്വർഗത്തിൽ എന്ത് വാഴക്കാ ചെയ്യാനാ പറ്റുന്നത്? അതെ അതെ അതെ, ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവം ഇനി സ്വർഗത്തിൽ ചെന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാണ്? ചോദ്യം വളരെ പ്രസക്തമാണ്. കോടിക്കണക്കിന് ആളുകൾ കണ്ടൊരു വീഡിയോ ആണ് ബഹുമാനപ്പെട്ട സന്തോഷ് സാറിന്റെ. അതൊക്കെ പലർക്കും വളരെ ആസ്വാദകരമായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ മതം പലപ്പോഴും നമ്മുടെ അധാർമികമായ ജീവിതത്തിന് വലിയ വിലങ്ങുതടിയാണ്. മനുഷ്യൻ അവന് സ്വയസിദ്ധമായി പല ആഗ്രഹങ്ങളുണ്ടാവും. വ്യഭിചരിക്കാൻ ആഗ്രഹം ഉണ്ടാകും, കള്ളു കുടിക്കാൻ ആഗ്രഹം ഉണ്ടാകും, അങ്ങനെ പലതരത്തിലുള്ള കൂത്താട്ടത്തിന് ആഗ്രഹം ഉണ്ടാകും. അതിനെപ്പോഴും മതം ഒരു തടസ്സം തന്നെയാണ്. അതേസമയത്ത് നമ്മുടെ സന്തോഷ് സാറ് മുമ്പ് പറഞ്ഞു വെച്ചൊരു ഇതുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിൽ റെഡ് സ്ട്രീറ്റ് വേണം, ആളുകൾക്ക് സെക്സ് ചെയ്യാൻ തോന്നുമ്പോൾ സ്വതന്ത്രമായി ലൈംഗിക കൈവരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വേശ്യാലയങ്ങൾ ഉണ്ടാകണം, അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ മതം ഒരു തടസ്സമാകുമ്പോൾ സ്വാഭാവികമായി മതവിശ്വാസത്തെയും ദൈവത്തേക്ക് കുറ്റം പറയൽ സ്വാഭാവികമാണ്. ഇനിയിപ്പം സാറ് പറഞ്ഞതിലേക്ക് നമുക്ക് വരാം. ദൈവം ഭൂമിയിൽ എന്ത് ചെയ്യുന്നു, എന്ത് ഇടപെടൽ നടത്തുന്നു, ഈ ചോദിക്കുന്ന ഈ സാക്ഷാൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ ബഹുമാനപ്പെട്ട സഹോദരൻ ഈ സന്തോഷ് സാറ് നമുക്ക് വളരെ ബഹുമാനമുള്ള ഒരു മനുഷ്യനാണ്. കാരണം ലോകത്തുള്ള ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ച് അവിടെയുള്ള ജീവിതാനുഭവങ്ങളുടെ നേർക്കാഴ്ച നമ്മുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തോട് അതിരറ്റ ബഹുമാനവും സ്നേഹമുണ്ട്. പക്ഷേ ഈ പറഞ്ഞതിനോട് നമുക്ക് വിയോജിക്കാനേ തരവുള്ളൂ. കാരണം ഇനിയിപ്പം ഞാൻ അതിന്റെ ന്യായങ്ങൾ പറയാം. ഭൂമിയിൽ ഒന്നും ചെയ്യാനില്ലാത്ത ദൈവം സന്തോഷ് സാറ് ജനിക്കുന്നതിന് മുമ്പ് അവിടുത്തെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവർ ഒരു പ്രത്യുൽപാദനത്തിന് വേണ്ടി അവയെ തയ്യാറെടുക്കുമ്പോൾ ഒരു പുരുഷനിൽ നിന്ന്, ഇപ്പൊ സന്തോഷ് സാറിന്റെ പിതാവിനെ മാത്രമല്ല എല്ലാവരുടെയും കാര്യമാണ് പറയുന്നത്, ഒരു പുരുഷനിൽ നിന്ന് നിർഗളിക്കുന്ന ബീജം അത് 3 ml ആണ് നമുക്കറിയാം. ആ 1 ml തന്നെ കോടിക്കണക്കിന് വരുന്ന അണുക്കളുണ്ട്. ഒരു മനുഷ്യൻ ഓരോ അണുവും മനുഷ്യനെ സൃഷ്ടിക്കാൻ മാത്രം പ്രാപ്തിയുള്ളതാണ് ഓരോന്നും. അത് നമ്മുടെ മാതാവിന്റെ അണ്ഡവുമായി സങ്കലിച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു സഞ്ചാരമുണ്ട്. കോടിക്കണക്കിന് വരുന്ന അണുക്കൾ ഗർഭാശയത്തിന്റെ ഭിത്തിയെ ലക്ഷ്യമാക്കി സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒന്ന് മാത്രമാണ് ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ പറ്റിപ്പിടിക്കുകയും ബാക്കിയെല്ലാം തോറ്റുകയും ചെയ്യാണ്. അപ്പൊ നമ്മളോടൊപ്പം സഞ്ചരിച്ച നമ്മുടെ സഹോദരങ്ങളായി കോടിക്കണക്കിന് വരുന്ന അണുക്കൾ അവകളെല്ലാം തോപ്പിച്ചാണ് നമ്മൾ ആദ്യം എത്തുകയും പിന്നീട് ഈ ഇരുന്ന് സംസാരിക്കുന്ന അങ്ങും ഈ ഞാനും ഒക്കെ ആയി മാറിയത്. എന്തുകൊണ്ടായിരിക്കും നമ്മളോടൊപ്പം സഞ്ചരിച്ചവർക്ക് ആ ഭാഗ്യം ഉണ്ടാകാതിരുന്നത്? അവർ ഓരോരുത്തരും മനുഷ്യനായി ഭൂമിയിൽ പറക്കേണ്ടതല്ലേ? ഇനിയിപ്പം സന്തോഷ് സാർ തന്നെ തീരുമാനിച്ചതാണ് ബാക്കി എല്ലാവരും തോൽപ്പിച്ചിട്ട് ഞാൻ ആദ്യം എത്തണമെന്നും ഭൂമിയിലേക്ക് വരാൻ ഞാനാണ് അവകാശിയെന്നും അതിനർഹൻ ഞാനാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടല്ല. ഇനി അത് അവിടുന്ന് ഓരോ ഘട്ടം കഴിയും തുടങ്ങി വളർന്നു വരുമ്പം എന്റെ നിറം ഇങ്ങനെ ആകണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞു? ഇല്ല. എന്റെ മുടിയുടെ സ്റ്റൈൽ ഇങ്ങനെ ആണോ നിങ്ങൾ തീരുമാനിക്കാൻ കഴിഞ്ഞു? ഇങ്ങനെ ഒന്നിനും കഴിഞ്ഞില്ല. ഇതൊക്കെ ആരാ തീരുമാനിച്ചത്? ആരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ നിയന്ത്രിക്കുന്നത്? ഇനി അങ്ങ് പ്രസവിക്കപ്പെടുന്ന അതേ സാഹചര്യത്തിൽ തന്നെ ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികൾ ഗർഭാശയത്തിൽ വെച്ച് മരിച്ചവരുണ്ട്. അവർക്ക് ഭൂമിയിലേക്ക് വരാൻ ആരാണ് തടസ്സമായത്? നിങ്ങൾ ഭൂമിയിലേക്ക് വന്നു, അതിന് തീരുമാനിച്ചത് ആരാണ്? ഇനി നിങ്ങൾ പ്രസവിക്കപ്പെട്ടതിന് ശേഷം അന്നത്തെ ദിവസം തന്നെ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾ കുറച്ചൊക്കെ 5, 6, 7 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പം വെള്ളത്തിൽ മുങ്ങി മരിച്ച കുട്ടികളുണ്ട്, തീവെള്ളലേറ്റ് മരണപ്പെട്ട കുട്ടികളുണ്ട്. ഇവരൊക്കെ ഈ ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടുകയും നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുകയും ചെയ്തു. ആരാണ് തീരുമാനം? നിങ്ങൾ തീരുമാനിച്ചിട്ടാണോ എനിക്ക് ഇങ്ങനൊന്നും വരാൻ പാടില്ല? അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചാൽ ജനിക്കാനോ മരിക്കാതിരിക്കാനോ നിങ്ങളെ കൊണ്ട് കഴിയുമോ? ഒന്നും കഴിയത്തില്ലല്ലോ. അപ്പം നമ്മൾ അശക്തരാണ്. പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക, നമ്മളൊക്കെ പല കാര്യങ്ങളിലും അശക്തരാണ്. നമ്മളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നമ്മളിവിടെ ജീവിക്കണമെന്ന് നമ്മളെപ്പം മരിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു പ്രാപഞ്ചിക സൃഷ്ടാവ്, ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു സൃഷ്ടാവ് ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ഏത് ബുദ്ധിക്കും ആ സത്യം തിരിച്ചറിയാൻ വേണ്ടി അന്വേഷണം നടത്തിയാൽ ഏത് ബുദ്ധിയുള്ളവനും ഒടുവിൽ എത്തിച്ചേരുന്ന ഒരു സത്യം എന്നുള്ളത് ദൈവമുണ്ട് എന്നാണ്. ആ ദൈവത്തിന്റെ തീരുമാനപ്രകാരമാണ് ഇതെല്ലാം ഇവിടെ നടക്കുന്നത്. മനുഷ്യൻ ഇപ്പൊ പലതും കണ്ടുപിടിച്ചു എന്ന് അവകാശങ്ങൾ പറയുന്നതല്ലേ, ഭയങ്കര അവകാശങ്ങളാണ്. ഞങ്ങൾ അത് കണ്ടുപിടിച്ചു. ഈ കണ്ടുപിടിച്ചത് മുഴുവനും ഇല്ലാത്ത ഒന്നിനെ, അഥവാ ഈ പ്രപഞ്ചത്തിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു വസ്തുവിനെ ഇവിടെ കൊണ്ടുവരികയായിരുന്നു. ഇപ്പം നമ്മളുടെ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയാലും മറ്റ് ഏതെങ്കിലുമൊക്കെ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായം നമ്മളവിടെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെയും അതെല്ലാം ഇവിടെയുള്ള ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ അസംബിൾ ചെയ്യുകയാണ്. ഇല്ലാത്ത ഒന്നിനെയല്ല. വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണെങ്കിലും തീയിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണെങ്കിലും ഏത് തന്നെയാണെങ്കിലും ഈ മനുഷ്യൻ കണ്ടുപിടിക്കുന്ന ഏതൊന്നും ഈ പ്രപഞ്ചത്തിൽ ഉള്ളതിനാണ് മനുഷ്യൻ ആ സത്യത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഇല്ലാത്ത ഒന്നിനെ മനുഷ്യൻ കണ്ടുപിടിക്കുകയല്ല. മനസ്സിലല്ലേ? ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ പാർട്ടുകളും അത് ഇവിടെ ഉണ്ട്, ഈ ഭൂമിയിലുണ്ട്. ആ ഭൂമിയിലുള്ള വസ്തുക്കളെയാണ് ഈ നമ്മൾ അസംബിൾ ചെയ്യുന്നത്. ഇല്ലാത്ത ഒന്നിന്, ഒരു കൊതുകിന്റെ ചിറകിനെ പോലും മനുഷ്യൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു കൊതുകിന് പോലും ജീവൻ കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു സത്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ പറയത്തില്ല എന്നുള്ളതാണ്.
അപ്പൊ അതുകൊണ്ട് സന്തോഷ് സാറ് ഈ അങ്ങയുടെ എല്ലാ ബഹുമാന സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ ഈ വിളിച്ചു പറയുന്ന വർത്തമാനത്തിൽ കുറച്ചെങ്കിലുമൊക്കെ യാഥാർത്ഥ്യം ഉണ്ടാകണം എന്നുള്ളതാണ്. ജനങ്ങളെ ഇങ്ങനെയൊക്കെ താൽക്കാലികമായിട്ട് നിങ്ങളുടെ ഈ വശ്യമായ ശൈലി കൊണ്ട് പിടിച്ചു നിർത്താൻ കഴിയും, പക്ഷേ അത് പിന്നീട് ആ മനുഷ്യരെ അങ്ങ് വഞ്ചിച്ചു എന്ന തരത്തിലേക്ക് എത്തിപ്പോകും. പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്, ദൈവം എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷെ ഇവിടെ ഞാൻ വന്നിട്ട് എന്റെ ദൈവമാണ് ശരി, മറ്റുള്ളവന്റെ ദൈവമാണ് ശരി, ഇതൊന്നും ഇപ്പൊ ഞാൻ പറയാത്ത എന്താണെന്നറിയോ? നിങ്ങൾ ഈ ശരി തേടി അലഞ്ഞാൽ ഇബ്നു ബത്തൂത്തയും അൽബിറൂനിയൊക്കെ നടന്നതുപോലെ ലോകസഞ്ചാരികളാണ്, അവർ അലഞ്ഞതുപോലെ അലഞ്ഞാൽ ഒരുപക്ഷെ ഈ സത്യത്തിലേക്ക് നിങ്ങളും എത്തിച്ചേർന്നേക്കാം.